അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെയും പല വീഡിയോകളുമായി പല യൂട്യൂബേഴ്സ് വരുന്നത്, ബഹുവന്യരായ യുവപണ്ഡിതനും പ്രഭാഷകനും ബഹുവന്യരായ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവറുകളുടെ രോഗസംബന്ധമായിട്ടാണ്. ചില ദിവസങ്ങളായി ഉസ്താദ് അവറുകൾ പൊതുവേദിയിൽ കാണാതെ. ഇതറിഞ്ഞപ്പോൾ പലർക്കും വിഷമമുണ്ടായിട്ടുണ്ടാകാം. കാരണം സ്ഥിരമായി പ്രഭാഷണം കേൾക്കുന്നവരൊക്കെ ഉണ്ടാകാം. ഉസ്താദ് അവറുകൾക്ക് എന്താണ് രോഗം, എന്ത് രോഗം കൊണ്ടാണ് ഉസ്താദ് അവറുകൾ ഹോസ്പിറ്റലിലുള്ളത് എന്നൊക്കെയും അറിയാൻ വേണ്ടി പലരും കാത്തു നിൽക്കുന്നവരുണ്ടാകും. 2 ദിവസം കഴിഞ്ഞാൽ ഉസ്താദ് അവറുകൾക്ക് സർജറി വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് എന്നാണ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവറുകളുടെ പ്രിയപ്പെട്ട സുഹൃത്തായ മാഹിൻ മന്നാനി ഉസ്താദ് അവറുകൾ ഒരു പൊതുവേദിയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനമെടുക്കുമെന്നാണ്. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ ദുആയുടെയും നമ്മുടെ ആമീനിന്റെയും ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ റബീഇന്റെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്റെ സുഹൃത്തിന്റെ ആ ശാരീരിക ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും മജ്ലിസുകളിൽ എത്തുവാനും ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുവാനും ഇൽമ് പറയുവാനും അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ ഉസ്താദിനെ സ്നേഹിക്കുന്ന, ഉസ്താദിനെ മൊഹബ്ബത്ത് വെക്കുന്ന, ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന, ഉസ്താദിൻ്റെ ആശിക്യങ്ങളാകുന്ന എല്ലാവരുടെ ഹൃദയവും ഒന്ന് തകർന്നു പോകും, ഒന്ന് തളർന്നു പോകും. കാരണം ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാതെ ഉറക്കം വരില്ല, ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത് എന്നൊക്കെയും പലരും പറഞ്ഞതായി നമുക്കറിയാം. പലരും അങ്ങനെ തന്നെയാണ്. കാരണം ഉസ്താദിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ ശൈലിയും ഉസ്താദ് അവറുകളുടെ അവതരണങ്ങളും അതൊക്കെയും വല്ലാത്ത മനോഹരമായ രീതിയിൽ, ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വല്ലാത്ത അനുഭൂതി തരുന്ന വാക്കുകളായിരുന്നു. ഉസ്താദ് അവറുകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു തആല എത്ര വലിയ രോഗങ്ങളാണെങ്കിലും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇസ്ലാമികമായ ഒരുപാട് നന്മകൾ പകർന്നു തരുന്ന ചാനലാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.